നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. 3 വർഷം മുമ്പ് ഡിസംബർ പകുതിയിൽ കെറ്ററിങ്ങിൽ നടന്ന കൂട്ടക്കൊലയുടെ ആഘാതം ഇന്നും UK മലയാളികൾക്ക് മറക്കാറായിട്ടില്ല. കൃത്യം 6 മാസം പിന്നിട്ടപ്പോഴാണ് സമാന സാഹചര്യത്തിൽ അയർലൻഡിലെ കോർക്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന ദീപ ദിനമണി എന്ന മലയാളി യുവതി കൊല്ലപ്പെടുന്നത്. 2 സംഭവങ്ങളിലും വില്ലൻ റോളിൽ ഭർത്താക്കന്മാർ തന്നെയായിരുന്നു. കെറ്ററിങ്ങിൽ കൊല്ലപ്പെട്ട അഞ്ജുവും കോർക്കിൽ കൊല്ലപ്പെട്ട ദീപയും തങ്ങളുടെ തൊഴിൽ രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവർ ആണെന്ന് താരതമ്യേന മികവൊന്നും പറയാനില്ലാത്ത ഭർത്താക്കന്മാരുടെ ഈഗോ കോംപ്ലക്സിനും കാരണമായിട്ടുണ്ടാകാം എന്ന നിഗമനങ്ങൾ കൂടിയാണ് ദീപ കൊലക്കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി കോടതിയിൽ നടക്കുന്ന വിചാരണ തിങ്കളാഴ്ച തുടരും. ദീപ തന്നെ വഞ്ചിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അരുംകൊല നടത്തിയതെന്നാണ് ഇയാളുടെ വാദം. ദീപയുടെ ഫോണിലെ മറ്റൊരാളുമായുള്ള ചാറ്റിംഗ് കണ്ടുപിടിച്ചതോടെ രാജൻ ദീപയെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ കുറ്റസമ്മത മൊഴി. കെറ്ററിങ്ങിൽ മൈനറായ 2 കുട്ടികൾ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഭർത്താവ് സജു ചെലിവിലിന് ലഭിച്ചത് 40 വർഷത്തെ ജയിൽവാസമാണ്. ഭാര്യ അഞ്ജുവിനെയും മക്കളെയും കൊന്നതായിരുന്നു കുറ്റം. എന്നാൽ ഇവിടെ തലനാരിഴയ്ക്ക് ദീപയുടെ മകൻ രക്ഷപ്പെട്ടതിനാൽ ഭർത്താവ് റെജിൻ രാജന് താരതമ്യേന കുറഞ്ഞ കാലയളവുള്ള ശിക്ഷയാകും ലഭിക്കുക. അയർലൻഡിലെത്തി വെറും 3 മാസത്തിനകം പ്രിയപ്പെട്ടവരെ വിട്ടുപിരിയേണ്ടി വന്നു എന്ന നിർഭാഗ്യവും ദീപയുടെ കൊലക്കേസിൽ ബാക്കിയാകുന്നു. ഏറെ മോഹിച്ചാണ് ദീപ അയർലൻഡിൽ ജോലിക്ക് എത്തിയതെങ്കിലും അവരുടെ ജീവിതം അത്യധികം അലോസരപ്പെടുത്തുക എന്ന ദൗത്യം മാത്രമായിരുന്നു ഭർത്താവ് റെജിന് ഉണ്ടായിരുന്നത് എന്നതാണ് വിചാരണ വേളയിൽ ദീപയുടെ സഹോദരൻ്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. ദീപ വിവാഹമോചനം ആഗ്രഹിച്ചിരുന്നു എന്നും ഭർത്താവ് റെജിൻ അതിന് തയ്യാറല്ലായിരുന്നു എന്ന വെളിപ്പെടുത്തലും സഹോദരൻ നടത്തിയത് ഞെട്ടലോടെയാണ് കോടതിക്ക് കേൾക്കേണ്ടി വരുന്നത്. ടോക്സിക്കായ ഭർത്താക്കന്മാരുടെ എണ്ണം മലയാളി കുടുംബങ്ങളിൽ കൂടുകയാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി UK മലയാളികൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയാണ് സജു ചെലവേലും റെജിൻ രാജനും. രണ്ടുപേരും വളരെയധികം ടോക്സിക്കായി തന്നെയാണ് തൻ്റെ ഭാര്യമാരോട് പെരുമാറിയിരുന്നത്. കെറ്ററിങ്ങിൽ അഞ്ജുവും മക്കളും ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുകയായിരുന്നെങ്കിൽ മിന്നൽ വേഗത്തിലാണ് ദീപയുടെ മരണം സംഭവിച്ചത്. ഇതാണ് കോടതിയിൽ നടന്ന വിചാരണയിൽ വെളിപ്പെട്ടു വന്നത്. കഴുത്തിൽ ആഴത്തിലുണ്ടായ 14 സെൻറ്റിമീറ്റർ നീളമുള്ള മുറിവാണ് ദീപയുടെ മരണത്തിന് കാരണമായത്. കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് റെജിൻ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി വാങ്ങിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതോടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണോ ഇത് എന്നും ഇപ്പോൾ സംശയിക്കുന്നു. ഒരൊറ്റ വെട്ടിന് കഴുത്തറുത്ത് പ്രതി മരണം ഉറപ്പിക്കുകയായിരുന്നു. കേവലം ഒരു പിടച്ചിലിൽ ജീവിതത്തിൽ എന്നും മികവ് കാട്ടിയ ദീപ നിഷ്കരുണം കൊല്ലപ്പെട്ടിരിക്കും എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങളിലൂടെ കോടതിയിൽ വെളിപ്പെട്ടിരിക്കുന്നത്. വീട്ടുവഴക്കുകൾ പതിവായപ്പോൾ തനിക്ക് വിവാഹമോചനം വേണമെന്ന് ദീപ പറഞ്ഞുവെങ്കിലും നിന്നെ അതിന് അനുവദിക്കില്ല എന്ന മറുപടിയാണ് റെജിൻ നൽകിക്കൊണ്ടിരുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റായി മികച്ച ശമ്പളത്തോടെ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ച 38-കാരിയായ യുവതിയാണ് ഒന്നിനും കൊള്ളാത്ത ഭർത്താവിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായത്. 5 വയസ്സുകാരനായ മകൻ 2023 ജൂലൈ 14 നടന്ന കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ടത് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയ കാരണത്താലാണ്. അല്ലെങ്കിൽ കെറ്ററിംഗ് കൂട്ടക്കൊലയുടെ തനി ആവർത്തനം തന്നെ ആകുമായിരുന്നു കോർക്കിലും സംഭവിക്കുന്നത്. ദീപയുടെ കൊലപാതകത്തെ തുടർന്ന് വീട്ടിൽ പോലീസ് എത്തുമ്പോൾ ബെഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രക്തം വാർന്നുള്ള മരണമാണ് ദീപയുടെ കാര്യത്തിൽ സംഭവിച്ചത്. മുറിവേറ്റ് കിടന്ന ദീപ അന്ത്യശ്വാസം എടുക്കുമ്പോൾ സ്വന്തം രക്തം കൂടി കുടിച്ചിറക്കേണ്ട നിർഭാഗ്യവതിയായി മാറുകയായിരുന്നു എന്നാണ് പാത്തോളജിസ്റ്റ് ഡോക്ടർ ലിൻഡ മുല്ലിഗൻ കോടതിയിൽ മൊഴി നൽകിയത്. 14 സെൻറ്റിമീറ്റർ ആഴമുള്ള മുറിവായിരുന്നു ദീപയുടെ കഴുത്തിലുണ്ടായിരുന്നത്. വാർന്നു പോയതിനു ശേഷമേ രക്തം ശ്വാസകോശത്തിലേക്കും എത്തിയിരുന്നു. രക്തം വാർന്നു പോയതിനു പുറമെ ബാക്കിയുള്ള രക്തം ശ്വാസകോശത്തിലേക്കും ഒഴുകിയെത്തി. ഇതാണ് മരണത്തിന് കാരണമായതെന്നാണ് ചീഫ് സ്റ്റേറ്റ് പാത്തോളജിസ്റ്റ് ഡോക്ടർ ലിൻഡ മുള്ളിഗൻ കോർക്ക് സെൻട്രൽ ക്രിമിനൽ കോടതിയിൽ പറഞ്ഞത്. മുറിവ് സംസാരശേഷിയും നഷ്ടമാക്കി. 2023 ജൂലൈ 15-നാണ് ദീപയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. കഴുത്തിലെ വലിയ മുറിവ് പേശികളും തൈറോയ്ഡ് ധമനികളും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ശ്വാസനാളവും പുറത്തായിരുന്നു. ശ്വാസകോശത്തിലും രക്തമുണ്ടായിരുന്നു. സ്റ്റീൽ കത്തിക്ക് 132 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്നു. ബ്ലേഡിന് 20 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ദിനമണിയുടെ ഇടത് കൈത്തണ്ടയിൽ 6.8 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിവുണ്ടായിരുന്നു.
ശരീരത്തിൽ മൊത്തം മർദ്ദനമേറ്റതിൻ്റെയും ചതവുകളും പാടുകളും ഉണ്ടായിരുന്നു. കഴുത്തിലെ മുറിവ് ഒറ്റ കുത്തിൽ സംഭവിച്ചതാണ്. റൂമിലാകെ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു. അതീവ ആഴത്തിൽ സംഭവിച്ച മുറിവ് കാരണം ഒന്നുറക്കെ കരയാൻ പോലും ആകാതെയാണ് ആ പാവത്തിന് മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത് റെജിൻ്റെ ക്രൂരതയുടെ ആഴമാണ് വെളിപ്പെടുത്തുന്നത്. ഇന്നലെ കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ തൻ്റെ പ്രിയ സഹോദരിയുടെ മരണത്തിൽ വേദനയോടെ ഉല്ലാസ് ദിനമണി മൊഴി നൽകുമ്പോൾ റെജിൻ രാജൻ എത്ര ക്രൂര മാനസിക പീഡനമാണ് ദീപയ്ക്ക് നൽകിയിരുന്നതെന്ന് കൂടിയാണ് വെളിപ്പെടുന്നത്. നല്ലൊരു സുഹൃത്തും അമ്മയുമായിരുന്ന ദീപ തനിക്ക് സഹോദരി മാത്രമല്ല എല്ലാമായിരുന്നു എന്നാണ് വിതുമ്പലോടെ ഉല്ലാസ് നൽകിയ മൊഴി. ദീപ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ ഒക്കെ മികവിൻ്റെ പര്യായമായി മാറിയിട്ടുണ്ട്. അവരുടെ വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്നു എന്ന് ഉല്ലാസ് പറയുമ്പോഴും അതിൻ്റെ ഒടുക്കം ഇങ്ങനെയാകും എന്നൊരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അയർലൻഡിലെത്തിയ ശേഷവും വഴക്കു തുടർന്ന സഹോദരി ഭർത്താവിന് തെറാപ്പിസ്റ്റിനെ കാണുവാൻ പോലും താൻ പണം നൽകിയിരുന്നതായി ഉല്ലാസ് വ്യക്തമാക്കി. ഏതുവിധത്തിലെങ്കിലും അവരുടെ വിവാഹ ജീവിതം നഷ്ടമാകാതിരിക്കട്ടെ എന്നോർത്ത കുടുംബത്തിന് ശേഷകാലം മുഴുവൻ വേദന നൽകുന്ന ക്രൂരതയാണ് റെജിൻ രാജൻ നൽകിയത് എന്ന് ഉല്ലാസിൻ്റെ മൊഴികളിൽ വ്യക്തമാകുന്നു. വിവാഹത്തിന് പങ്കാളികളെ കണ്ടെത്തുന്ന വെബ്സൈറ്റ് വഴി പരിചയപ്പെട്ടു. മാസങ്ങൾക്കകം ഇരുവരും വിവാഹിതരായതാണ്. തുടക്കത്തിൽ മാതൃകാ ദമ്പതികളായിരുന്ന ഇരുവർക്കും ഇടയിലേക്ക് വഴക്കുകൾ എത്തിയപ്പോൾ പലവട്ടം താൻ സമാശ്വാസവുമായി സഹോദരി ഭർത്താവിനെ നേർവഴിക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഒടുവിൽ വിവാഹമോചനമാണ് പോംവഴി എന്ന മാർഗത്തിലേക്ക് എത്തിയപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന റെജിനോട് ഒരു കൗൺസിലറെ കാണാനും താൻ ഉപദേശിച്ചിരുന്നു. ഒരു നിലയ്ക്കും ഒന്നിച്ചു ജീവിക്കാനാകുന്നില്ലെങ്കിൽ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കാനും കുടുംബം ഇവരോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഒരു നിലയ്ക്കും സഹകരിക്കുവാൻ തയ്യാറല്ലാത്ത നിലപാടാണ് റെജിൻ സ്വീകരിച്ചത്. എന്നാൽ വിവാഹമോചനം തങ്ങളുടെ നാട്ടിൽ പതിവില്ലാത്തതാണ് എന്ന് അഭിഭാഷകർ മുഖേന റെജിൻ എതിർവാദമുയർത്തിയപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും ദമ്പതികൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് വിവാഹമോചനമെന്നും ഉല്ലാസ് വ്യക്തത വരുത്തി. കൊലപാതകം നടക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ റെജിനും ദീപയും വെവ്വേറെ മുറികളിലാണ് ഉറങ്ങിയിരുന്നതെന്നും കോടതിയിൽ എത്തിയ മൊഴികളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഭർത്താവിനെ പേടിച്ചോ ഭയന്നോ കഴിഞ്ഞിരുന്നൊരു സ്ത്രീയല്ല തൻ്റെ സഹോദരി എന്നും ദീപയുടെ മരണത്തെ തുടർന്ന് അയർലൻഡിലെത്തിയ ഉല്ലാസ് ഐറിസ് പോലീസിന് നൽകിയ മൊഴികളിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 8 വർഷത്തെ വിവാഹ ജീവിതത്തിൽ താൻ പൂർണ്ണ സംതൃപ്തനാണ് എന്നാണ് റെജിൻ പോലീസിന് നൽകിയ മൊഴികൾ. എന്നാൽ അയർലൻഡിലെത്തി ജോലി കണ്ടുപിടിക്കാനാകാത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു തൻ്റെ ജീവിതമെന്നാണ് റെജിൻ പോലീസിനോട് പറഞ്ഞത്. ദീപയും റെജിനും താമസിച്ചിരുന്ന വീട്ടിൽ ഒരു മുറി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞിരുന്ന മലയാളി നേഴ്സ് രജനി ജോസും കോടതിയിൽ മൊഴി നൽകി. ഇരുവർക്കുമിടയിൽ വ്യത്യസ്തത ആർക്കും മനസ്സിലാകുമായിരുന്നു എന്നും കുടുംബമായി ഒന്നിച്ചു പുറത്തിറങ്ങുന്നത് പോലും അപൂർവമായിരുന്നു എന്നും രജനി നൽകിയ മൊഴിയുണ്ട്. റെജിൻ പലപ്പോഴും ഭാര്യയുടെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയിരുന്നതായി തോന്നിയിട്ടുണ്ടെന്നും രജനി പറയുന്നു. കേസിൽ 3 ആഴ്ച വിചാരണയാണ് കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത വാദം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തുടരും. പ്രവാസി മലയാളി പ്ലസ്.